ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ഫുള്ള് ലെഗ് പീസാണ് എടുത്തത്. ഞാനും കേശിട്ടനും ഭയങ്കര ലെഗ് പീസിൻ്റെ ആളാണ്. ഞാനങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ എന്നാലും ലെഗ് പീസ് കുറച്ച് കിട്ടിയപ്പോഴത്തേക്കും ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ച് എരിവിന് ആവശ്യമായിട്ട് ഒരു 10-15 നമുക്ക് വറ്റൽമുളക് ഉണ്ടല്ലോ, നമ്മൾ ഉണക്കമുളകും, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെക്കാം. ആ വെള്ളം തണുക്കുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റ് ആകുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചിക്കനും ഉപ്പും വെള്ളവും നിങ്ങളെങ്ങനെ വാഷ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ. അപ്പം നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അപ്പം ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് വാഷ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സോക്ക് ചെയ്ത നമ്മുടെ വറ്റൽമുളക് ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇടാൻ പോണത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചുമന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഒരു അടപ്പിന് ഒരു ടേബിൾ സ്പൂണൊക്കെ വരും വിനാഗിരിയാണ് ചേർത്തത്. അതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് നല്ലോണം നമുക്ക് പുരട്ടി വെക്കാം. ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടികളൊന്നും അല്ലാതെ ആഡ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം നമുക്കിതൊന്ന് പുരട്ടി വെക്കണം. ആ വിനാഗിരിയുടെ ആ ഒരു പുളിയാണ്. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങനീര് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് പെരുംജീരകപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, മസാലപ്പൊടി, നമ്മുടെ ഓൾ സ്പൈസസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതും, പിന്നെ അരിപ്പൊടിയും കോൺഫ്ലവർ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പേട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്, മണം കേട്ടോ, സ്മെല്ലൊരു രക്ഷയില്ല. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഓരോ ലെഗ് പീസായിട്ട് ഞാൻ ഫുള്ളായിട്ടും എനിക്ക് വെക്കാൻ പറ്റിയായിരുന്നു. അത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരുപാട് മൂത്ത് പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിടാം. ആ ഒരു മസാലയാണ് ഈ ചിക്കൻ്റെ ഒരു മെയിൻ എന്ന് പറയാനായിട്ട്. നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മസാല ആരും മിസ് ചെയ്യരുത്. കുറച്ച് നമുക്ക് മിച്ചം പറഞ്ഞ രീതിയിൽ വേണം അരപ്പൊന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ അരപ്പെന്നുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പുരട്ടി നമ്മൾ വറുത്തതിന് ശേഷവും നമുക്ക് ആ ഒരു അരപ്പ് ഗ്രേവി ഉണ്ടല്ലോ അത് മിച്ചം വരും. അപ്പം ഞാൻ ഫുള്ളായിട്ട് ചിക്കൻ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. ലെഗ് പീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ലെഗ് പീസ് കിട്ടിയപ്പോൾ അതെല്ലാം എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബോൺലെസ്സോ ബോൺ ഉള്ളതോ ആയിട്ടുള്ള ചിക്കനൊക്കെ എടുത്ത് നമുക്ക് വറുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മസാലയുണ്ട്, എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രഷ് കറിവേപ്പില, അതും കോക്കനട്ടാണ്. നമ്മൾ നല്ല ആ കോക്കനട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കനച്ചതോ ടേസ്റ്റ് വ്യത്യാസമുള്ള തേങ്ങ എടുക്കാതിരിക്കണം. ഇപ്പം മസാലയ്ക്ക് തന്നെ ഒരു വേറൊരു ഫ്ലേവർ ആയിപ്പോവും. അത് മൊത്തമായിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി വന്ന ആ ഒരു ഓയിലുണ്ടല്ലോ, ഒരുപാട് മുക്കി പൊരിച്ചതല്ല, അതുകൊണ്ടാണ് ഒരുപാട് ഓയിലില്ലാത്തത്. മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ബാക്കി വന്ന ഓയിലിലോട്ട് നമ്മുടെ ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ഒരു മിക്സിൻ്റെ കൂടെ വേണം നമ്മുടെ ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈ ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഗ്രേവിയുടെ കൂടെ വേണം കറക്റ്റ് നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മീൻ മുട്ടയൊക്കെ വറവലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും ആ മസാലയ്ക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.